ദൈവവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് വീണ്ടും സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ നിമിഷം മുതൽ കർത്താവിൻ്റെ വചനത്തിലൂടെ ദൈവദാസനിലൂടെ നമ്മളോട് കർത്താവിൻ്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോവുകയില്ല. ഇന്നലെ രാത്രിയിൽ നാം കേട്ടു, നമ്മെ ആലോചന പറഞ്ഞ് നടത്തി നാം എത്തേണ്ട സ്ഥാനത്ത് നമ്മെ എത്തിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തത, ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന കർത്താവ്. നമ്മുടെ ക്രിസ്ത്യ ജീവിത യാത്രയിൽ നാം വിവിധ അനുഭവങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അതിനോടുള്ള ബന്ധത്തിലുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം, ഇന്ന് രാവിലെ നമ്മൾ അത് ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിലൂടെ ചില കാര്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനും വന്ദനത്തെ പറയുന്നു. നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നമുക്കറിയാം, റോഡ് യാത്രയാണെങ്കിൽ യാത്ര ചെയ്ത് പോകുമ്പോഴൊക്കെ അനേക വാർണിംഗ് സൈനുകൾ നമ്മൾ കാണാറുണ്ട്. ബ്രിഡ്ജിലൂടെ കടന്നു പോകുന്ന സമയത്താണെങ്കിൽ, പ്രത്യേകിച്ചും തണുപ്പിൻ്റെ സമയത്താണെങ്കിൽ അവിടെ ഐസി കണ്ടീഷൻ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ചില മൗണ്ടനസ് ആയിട്ടുള്ള ഏരിയയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വൈൽഡ് ആനിമൽ ക്രോസ് ചെയ്യും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പം വല്ല മാനോ വല്ലതും കുറുകെ ചാടിയിട്ട് പിന്നെ 911 വിളിച്ചിട്ട് പറയണം ഐ ഹിറ്റ് എ മാൻ എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ. അപ്പോൾ വാണിംഗ് ശ്രദ്ധിക്കാൻ വേണ്ടി എഴുതി വെച്ചേക്കുന്നു. ക്രിസ്ത്യ ജീവിതത്തിലും ദൈവവചനത്തിൽ അനേക വാണിങ്സ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വാണിങ്സ് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാവിലെ നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് 7 കാര്യങ്ങൾ ചിന്തിച്ചത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ. രാത്രിയിൽ ചില നാളുകൾക്ക് മുമ്പേ കർത്താവിൻ്റെ ദാസൻ എടുത്തൊരു ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിൽ കാണുന്ന 6 വാണിങ്സ് ഉണ്ട്. ഞാൻ വായിച്ചപ്പോൾ വളരെ ഈ കാലത്ത് റെലവൻ്റ് ആയിരിക്കുന്ന വാണിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് പ്രൈമറിലി എബ്രായ ക്രിസ്ത്യാനികൾക്കാണ്. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താലുള്ള രക്ഷ പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ. അവിടെ ഇവർ ഇൻറ്റൻസ് ആയിട്ടുള്ള പെർസിക്യൂഷനോട് കടന്നു പോകുമ്പോൾ അവർ പിന്മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെതിരെ അവരെ ഉറപ്പിച്ചു നിർത്തുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും. ഈ എബ്രായ ലേഖനത്തിൽ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ലേഖനകർത്താവ്, അത് ആരായിരുന്നാലും പൗലോസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മറ്റാരാണെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് പ്രകാശം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആകെ വക അനുസരിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്ന് ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച് പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. 36-ാമത്തെ വാക്യത്തിൽ 35-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യല്ലേ, തള്ളിക്കളരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. 12-4 വരുമ്പോൾ ഇന്നലെ കർത്താവിന്റെ ദാസൻ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറഞ്ഞതാണ്. 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. 3-ാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാവികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളണം. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. മതപശ്ചാത്തലം അങ്ങനെയാണ്. എന്നാൽ അവരെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ലേഖനമാണ്. എബ്രായ ലേഖനത്തിൽ കാണുന്ന 6 വാണിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കുറിക്കൊള്ളുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഉപദേശ വിഷയങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ഇവിടെ പറയുന്നുണ്ട്. എങ്കിലും പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ് ഈ വാണിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എബ്രായ ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ
ലേഖനകർത്താവ് തന്നെ ഈ ലേഖനം ഏത് നിലയിലാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്കവിടെ കാണാൻ കഴിയും. അദ്ദേഹം തന്നെ ഒരു പ്രത്യേക വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. 13:32 22 സോറി പ്രബോധനവാക്യം കണ്ടോ? ഈ പ്രബോധനവാക്യം, I urge you, brethren, bear with this word of exhortation. അപ്പോൾ ഈ പ്രബോധനങ്ങളെ 6 വാണിംഗ് ആയിട്ട് നമുക്ക് തിരിച്ചു പഠിക്കാൻ കഴിയും. ഒന്നാമത്തെ വാണിംഗ് 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം മുതൽ 4-ാം വാക്യം വരെ വായിക്കുമ്പോൾ, അതുകൊണ്ട് വായിച്ചോട്ടെ. ഒന്നാമത്തെ വാണിംഗ് എന്താണെന്നറിയാമോ? കേട്ട് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് pay much closer attention to what we have heard so that we do not drift away from it. 4 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാം, പെട്ടെന്ന് ചിന്തിച്ചു പോകാം. 2 പ്രത്യേക വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് 1-ാം വാക്യത്തിൽ. ഒന്ന് ക്ലോസർ അറ്റൻഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് മറ്റൊരു ട്രാൻസ്ലേഷനിൽ, കിങ് ജെയിംസ് വേർഷനിൽ ഇരിക്കുന്ന ഏർണസ്റ്റ് ഹീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏർണസ്റ്റ് ഹീഡ്. 2-ാമത്തെ വാക്ക് ഡ്രിഫ്റ്റ് അവേ, ഒഴുകിപ്പോകുക. ഈ 2 വാക്കും ഒരു കപ്പൽ ഓട്ടത്തെ സംബന്ധിച്ചുള്ള 2 വാക്കുകളാണ്. ഒന്നാമത്, ഒരു കപ്പൽ അതിൻ്റെ ഒരു ഡോക്കിൽ അതിനെ ബന്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് കാണാവുന്ന വാക്കാണ് 1-ാമത്തെ വാക്ക്. 2-ാമത്തെ വാക്ക് ഒഴുകിപ്പോകാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാർബറിൽ ചെന്ന് അവിടെ അതിനെ ബന്ധിപ്പിക്കുന്നതിന് പകരം അതിനെ അവിടെ ചെല്ലാതെ, ലക്ഷ്യസ്ഥാനത്ത് ചെല്ലാതെ മാറിപ്പോകുന്ന അവസ്ഥ. ഇത് 2ഉം അവിടെ വാണിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോകുന്ന അവസ്ഥ. 1-ാമത്തെ വാണിംഗ് എന്ന് പറയുന്നത് അവിടെ ഒരു കപ്പലിനെ അതിൻ്റെ ഡോക്കിലേക്ക് ടൈ ചെയ്യുന്നതാണ്. 2, ആ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് മാറിപ്പോകുന്ന അവസ്ഥ. പശ്ചാത്തലം ഓർക്കണം. എബ്രായ ക്രിസ്ത്യാനികളാണ്, യഹൂദ പശ്ചാത്തലമാണ്, മതപശ്ചാത്തലമാണ്, പ്രവൃത്തികളുടെ പശ്ചാത്തലമാണ്. അതിൽ നിന്നാണ് അവർ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പീഡനം വർദ്ധിക്കുമ്പോൾ പഴയതിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു പ്രഷർ അവരുടെ ജീവിതത്തിലുണ്ട്. പഴയ ആചാരങ്ങളിലേക്കും പഴയ പ്രവൃത്തികളിലേക്കും ഒക്കെ മടങ്ങിപ്പോകാനുള്ള പ്രഷർ. അപ്പോൾ അപ്പോസ്തലൻ പറയുക, നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതേണ്ടത് ആവശ്യമാണ്. അതായത് നിങ്ങൾ കേട്ട ആ തിരുവെഴുത്ത്, കേട്ട ആ ഗോസ്പൽ, സുവിശേഷം, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ് അന്ത്യത്തോളം. ഈ സുവിശേഷത്തെപ്പറ്റി വചനത്തിൽ, റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയാണ് സുവിശേഷം. ഇത് അന്ത്യത്തോളം നമ്മൾ മുറുകെ പിടിക്കേണ്ടതാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവശക്തിയായി ഭവിക്കുന്നത്, രക്ഷയ്ക്കായി എന്ന് പറയുന്നത് ആ ഇനിഷ്യൽ രക്ഷ മാത്രമല്ല കേട്ടോ. രക്ഷിക്കാനുള്ള ദൈവശക്തി ആ സുവിശേഷത്തിനകത്തുണ്ട്. എന്നേക്കുമുള്ള രക്ഷ, ഇനിഷ്യൽ രക്ഷ മാത്രമല്ല. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, യു ഹാവ് ടു സെക്യൂർ യുവർ സെൽഫ് ടു ദ ട്രൂത്ത് ഓഫ് ദ ഗോസ്പൽ. ഒരു ഡോക്കിൽ ഒരു കപ്പലിനെ ബന്ധിക്കുന്നത് പോലെ നിങ്ങൾ കേട്ട വചനവുമായി നിങ്ങൾ ബന്ധിക്കപ്പെടണം. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനാണ്. ഹല്ലേലൂയ. So that you will not drift away, or not to pass by the holy harbor of salvation, who is Christ. രക്ഷയ്ക്കായുള്ള ഒരേ ഒരു ഹാർബർ, ഒരേ ഒരു സങ്കേതം ക്രിസ്തു മാത്രം. ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷ, ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ കേട്ട ആ സുവിശേഷം
നിങ്ങൾ ചേർത്ത് പിടിക്കണം. നമ്മളിവിടെ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, 8ൽ 1 ക്രിസ്ത്യാനി ഈ നിമിഷം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നൈജീരിയയിൽ ക്ലോസ് ടു 10,000, 9,814 പേര് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു. നൈജീരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെർസിക്യൂഷനുള്ള ഒരു രാജ്യമാണ് നൈജീരിയ. പ്രഷർ വരുമ്പോൾ ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കും ഇന്നെല്ലാം വളരെ നന്നായിട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാം ആയിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ടോ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ പെർസിക്യൂഷൻ എവിടെയും സംഭവിക്കാം. നിയമപരമായി തന്നെ നിയമം കൊണ്ട് ആരാധനയെ തടയുവാൻ അവർക്ക് കഴിയും. പ്രതികൂലം വരുമ്പോൾ ഇവർക്കും പെർസിക്യൂഷന്റെ നടുവിൽ അവരായിരിക്കുന്നത്, ഇന്റൻസ് പ്രഷറിന്റെ നടുവിലായിരിക്കുന്നത്. അവരോട് പറയുന്ന അതേ വാണിംഗ് ആണ് നമ്മോടും പറയാനുള്ളത്. കേട്ടത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സുവിശേഷമാണ്. ആ സുവിശേഷം കറക്റ്റ് ആണെങ്കിൽ നാം ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. സുവിശേഷത്തിന്റെ മെസ്സേജ്, അതിന്റെ കോർ എന്ന് പറയുന്നത് ക്രിസ്തു മാത്രമാണ്. അവനാണ് നമ്മുടെ ആങ്കർ, അവനാണ് നമ്മുടെ ഹാർബർ. അവന് മാത്രമേ നമ്മെ ലക്ഷ്യത്തിൽ കൊണ്ടു ചെല്ലുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രഷർ വരും, വിവിധ നിലകളിലുള്ള പ്രഷർ വരും. അതിന് നടുവിൽ നിൽക്കണമെങ്കിൽ കേട്ടത് അധികം ശ്രദ്ധയോടെ നാം കരുതണം. Hallelujah. A close attention must be paid to these very serious matters of Christian faith. ഇതിൽ നാം ഉദാസീനത കാണിച്ചാൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. എബ്രായ ലേഖനം പറയുന്നു 6:19 ഈ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻപേ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥനായി, മഹാപുരോഹിതനായി കർത്താവ് ഈ നിമിഷവും സ്വർഗത്തിലുണ്ട്. അതാ നമ്മുടെ പ്രത്യാശ, അതാ നമ്മുടെ നങ്കൂരം. അതിനെ നമ്മൾ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ഇവിടെ 2-ാം അധ്യായത്തിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ ദൂതന്മാർ മുഖാന്തരം വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? വാണിംഗ് നമ്പർ 1, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതണം. ഇവിടെ എൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞെന്താ? ദൂതന്മാർ മുഖാന്തരം കൊടുത്ത നിയമം, ദ ഓൾഡ് കവനന്റ്. ഈ ദൂതന്മാര്, the angels were instrumental in bringing God's law to his people at Mount Zion. സീനായിൽ മോശയ്ക്ക് ദൈവം പഴയ നിയമം അല്ലെങ്കിൽ ആ കവനന്റ് കൊടുത്തപ്പോൾ ഇവിടെ 2 പദം കൊടുത്തിട്ടുണ്ട്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയോ? ലംഘനവും അനുസരണക്കേടും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഗ്രഷൻ ആൻഡ് ഡിസൊബീഡിയൻസ്. ട്രാൻസ്ഗ്രഷൻ, ലംഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ തന്നെ തെറ്റായത് ചെയ്യുക, അരുതാത്തത് ചെയ്യുക. അതിനെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് സിൻ ഓഫ് കമ്മീഷൻ, അരുതാത്തത് ചെയ്യുക. അനുസരണക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞത് ചെയ്യാതിരിക്കുക. അതാണ് സിൻ ഓഫ് ഒമിഷൻ. അറിഞ്ഞത് എന്ത് ചെയ്യുക? ചെയ്യാതിരിക്കുക. ഇത് രണ്ടും ദൈവസന്നിധിയിൽ തെറ്റാണ്. അരുതാത്തത് ചെയ്യുന്നതും അറിഞ്ഞത് ചെയ്യാതിരിക്കുന്നതും തെറ്റാ. ഇവിടെ ഒരു കമ്പാരിസൺ കാണിക്കുന്നത് ദൂതന്മാർ മുഖാന്തരം കൊടുത്ത ഓൾഡ് കവനന്റിൽ അറിഞ്ഞത് ചെയ്യാതിരുന്നതിനും
അരുതാത്തത് ചെയ്തതിനും ശിക്ഷാവിധി ഉണ്ടെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ ഈ ന്യൂ കവനന്റ് ഇതിനെ ഗണ്യമാക്കാതെ പോയാൽ, നമുക്ക് ലഭിച്ച ന്യൂ കവനന്റ് എത്രയോ മൂല്യവും വെയിറ്റും ഉള്ളതാണെന്ന് അറിയാമോ? മോശ മുഖാന്തരമാണ് ഓൾഡ് കവനന്റ് കൊടുത്തത്. ഇതൊരു മനുഷ്യ മുഖാന്തരമല്ല നമുക്ക് തന്നത്. ഇത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതാ. അതാണ് പറയുന്നേ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ഇത്ര വലിയ രക്ഷ. പഴയ നിയമത്തിലെ മെസ്സഞ്ചറിനും മെസ്സേജിനേക്കാളിലും വെയിറ്റ് ഉണ്ട് പുതിയ നിയമത്തിലെ മെസ്സേജിനും മെസ്സഞ്ചറിനും. മോശയും പഴയ നിയമവും, യേശുവും പുതിയ നിയമവും, പുതിയ കവനന്റ്, പുതിയ ഉടമ്പടി. ഇവിടുത്തെ വാണിംഗ് എന്താ? ഈ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തു. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ, വരങ്ങളാൽ. എന്തിനാണെന്നറിയാമോ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ സുവിശേഷം ഉറപ്പിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഉറപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം. ഒത്തന്റിക്കേഷൻ ഓഫ് ദ മെസ്സേജ് വാസ് ദ പർപ്പസ് ഓഫ് ദ മിറക്കിൾസ്. ഹല്ലേലൂയ. ഒത്തന്റിക്കേഷൻ ഓഫ് ദ മെസ്സേജ്. എന്നാൽ മുന്നോട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഇത് പറഞ്ഞു വന്നതുകൊണ്ടങ്ങ് പറയുക, മുന്നോട്ട് പോകുമ്പോൾ ഇതേ ഹോളി സ്പിരിറ്റ് ഈ മെസ്സേജ് ആളുകൾക്ക് റിവീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിറക്കിൾ ചെയ്യുക മാത്രമല്ല ഹോളി സ്പിരിറ്റ് ചെയ്യുന്നത്. എബ്രായലേഖനം 3:7 10:15 വായിക്കുമ്പോൾ ഇതേ ഹോളി സ്പിരിറ്റ് ആളുകൾക്ക് മെസ്സേജ് റിവീൽ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇതേ ഹോളി സ്പിരിറ്റ് ആളുകളെ ടീച്ച് ചെയ്യുന്നുണ്ട്. 9:8 ഇതേ ഹോളി സ്പിരിറ്റ് ആളുകളുടെ മനസ്സിനെ തുറക്കുന്നുണ്ട്. 6:4. ഹല്ലേലൂയ. മുന്നോട്ട് പോകുമ്പോൾ ഹോളി സ്പിരിറ്റിന്റെ പല പ്രവൃത്തികൾ നമുക്കവിടെ കാണാൻ കഴിയും. അതല്ലല്ലോ നമ്മുടെ വിഷയം. The warning here is not to drift away from the things that we have heard. നാം കേട്ട സുവിശേഷം, നമ്മെ രക്ഷിച്ച സുവിശേഷം, വിശ്വാസത്താലുള്ള നീതീകരണം, ദൈവശക്തിയായി ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഭവിച്ചത്, ഇതിനെ നാം മുറുകെ പിടിക്കണം. ഇത് മൂല്യമുള്ളതാണ്. നാം അതിൽ നിന്നും, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ നിന്നും ഒഴുകിപ്പോകരുത്, മുറുകെ പിടിച്ചുകൊള്ളുക. രണ്ടാമത്തെ വാണിംഗ് എബ്രായലേഖനം 3:7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വായിക്കണ്ട, ഞാനത് പറഞ്ഞു പോകാം. 3:7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വാണിംഗ് അഗൻസ്റ്റ് ഡിസ്ബിലീവിങ് ദ വോയിസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ശബ്ദത്തെ അവിശ്വസിക്കുന്നതിനെതിരെയുള്ള വാണിംഗ്, അവിശ്വാസത്തിനെതിരെയുള്ള വാണിംഗ്. ഇവിടെ 3:7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്നുള്ളത് സങ്കീർത്തനം 95:7 മുതൽ ഉള്ള വാക്യങ്ങൾ അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിലുള്ള നടത്തമാണ്. ആ മരുഭൂമിയിലുള്ള നടത്തം എന്തുകൊണ്ട് അങ്ങനെ അവർ ഉഴന്ന് നടക്കേണ്ടി വന്നു? അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം അവർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കർത്താരദാസൻ പറഞ്ഞതാ, ദൈവം താൻ തന്നെ ഇറങ്ങി വന്ന് ചെയ്ത അത്ഭുതങ്ങൾ അവരുടെ കണ്ണുകളാൽ കണ്ടതാണ്. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ അവരുടെ ജീവിതം അടിമത്വത്തിൽ കഴിഞ്ഞിടത്തു നിന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളായാലും ദൈവം അവരെ പുറത്തിറക്കിയതാ. നീട്ടിയ ഭുജത്താൽ അവരെ നടത്തിയതാ. പക്ഷെങ്കിൽ അവരിൽ ഒരാൾ പോലും പറഞ്ഞ വാഗ്ദത്തത്തിൽ ചെന്നില്ല. കാരണം അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം അവർക്കുണ്ടായിരുന്നു. ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ അവിശ്വസിക്കുവാൻ ഇടയായതുമൂലം ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ ചെന്നില്ല. രണ്ടാമത്തെ വാണിംഗ്, ഡിസ്ബിലീവിങ് ദ വോയിസ് ഓഫ് ഗാഡ്.
ദൈവം തൻ്റെ കരുണയിൽ അവർക്ക് വേണ്ടി ഒരുക്കിയ അത്ഭുത വഴികൾ, സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തത്, സെക്യൂറായിട്ട് കൊടുത്തത്, മഞ്ഞിൽ പൊതിഞ്ഞു കൊടുത്തത്, ശക്തന്മാരുടെ ഭക്ഷണം എന്നല്ലേ പറയുന്നത്, കാടപ്പക്ഷിയെ കൊടുത്തത്, അവർ ചോദിച്ചതിനനുസരിച്ച് ദൈവം കൊടുക്കുക, അത്ഭുതകരമായി അവർക്ക് വെള്ളം കൊടുത്തത്, ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷിച്ചത്, അതുപോലെ തന്നെ അവരെ ഉഷ്ണത്തിൽ നിന്ന് വിടുവിക്കുവാൻ പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭത്താലും അവരെ പോറ്റി പരിപാലിച്ചത്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്, ഞാൻ അവരെ എൻ്റെ കൈകളിൽ വഹിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മയും ദൈവം കൈകളിൽ വഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ കരുത്തിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല, എൻ്റെ പിതാവിൻ്റെ കരുത്തിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആരും കഴിയത്തില്ല. പക്ഷേ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമുക്കുണ്ടാകാതിരിക്കാൻ കൊരിന്ത്യർക്കുള്ള 1 ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ഇത് അവർക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു, ലോകാസവനം വന്നിരിക്കുന്ന നമുക്കോ ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുക. ആമേൻ. പുറപ്പാട് പുസ്തകം 17-ഉം സംഖ്യാപുസ്തകം 14-ഉം ഒക്കെ ഇത് വിവരിക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഈ 3-ാം അധ്യായത്തിൻ്റെ 12-ഉം 4-ാം അധ്യായത്തിൻ്റെ 1-ഉം 3-ലുള്ള വാക്യങ്ങൾ, 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ 3 കാര്യങ്ങൾ അപ്പോസ്തലൻ പഴയ നിയമത്തിൽ നിന്ന് എടുത്തു പറയുന്നു. ഒന്ന്, ബിവെയർ ഓഫ് അൺബിലീഫ്. ബിവെയർ ഓഫ് അൺബിലീഫ്. 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുടെ തീമാണ് ബിവെയർ ഓഫ് അൺബിലീഫ്, അവിശ്വാസം എന്ന അപകടം. ഹല്ലേലൂയ. അവിശ്വാസം എന്ന അപകടം. സ്തോത്രം. 4-ാം അധ്യായത്തിന് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ബി അഫ്രൈഡ് ഓഫ് falling short. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിന് 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നാം ഉത്സാഹിക്കണം. Be diligent to enter the rest. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഈ വാണിംഗ് ഉള്ളത്, അവിശ്വാസം എന്ന വാണിംഗ്. അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ. അവരുടെ സ്വസ്ഥത എന്തായിരുന്നു? കനാൻനാടായിരുന്നു അവരുടെ സ്വസ്ഥത, എർത്തിലി ആയിരുന്നു അവരുടെ സ്വസ്ഥത. To give a life in the land of Canaan, which Israel would receive as their inheritance. അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ഈ ഭൂമിയിലെ ഒരു സ്വസ്ഥത എന്ന് പറയുന്നത് അവിടെ ചെല്ലുക എന്നുള്ളത്. ആമേൻ. എന്നാൽ അവരുടെ റിബല്യൻ കാരണം they were prohibited. അവൻ്റെ മുറ്റത്ത് വരെ എത്തിയല്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ വരെ എത്തി. തിരിച്ചു വെക്കണം പറഞ്ഞു. കാണാൻ പോലും അവരെ സമ്മതിച്ചില്ല. മോശയ്ക്ക് അത് ദൂരെ നിന്ന് കാണാൻ ദൈവം അനുവദിച്ചു. അവരുടെ റിബല്യൻ നേച്ചർ കാരണം മോശയ്ക്ക് പോലും അവിടെ അന്നേരം എൻ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല. സ്തോത്രം, സ്തോത്രം. ആവർത്തന പുസ്തകം 28-65 അത് കാണാം. എന്നാൽ നമുക്കുള്ള റെസ്റ്റ് എന്തുവാ? ഇറ്റേണൽ റെസ്റ്റാണ്. നമ്മുടെ റെസ്റ്റ് ഇപ്പോഴേ ഉണ്ടെന്നാണ് പ്രലേഖനം പറയുന്നത്. രക്ഷദാനമായി നമുക്ക് ലഭിക്കുക വഴി നമുക്ക് ലഭിച്ചത് റെസ്റ്റാണ്, സ്വസ്ഥത. ഏതിൽ നിന്നുള്ള സ്വസ്ഥതയാ? സകല പ്രവൃത്തികളും നിവൃത്തനായെന്നൊരു വാക്യമുണ്ട്. പ്രവൃത്തികളാൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമായിരുന്നു പഴയ നിയമകാലത്ത് മുഴുവനും കാണുന്നത്. അങ്ങനെ പ്രവർത്തിച്ച് അവർ പരാജയപ്പെട്ടിടത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സ്നേഹത്തിലൂടെയാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ നാം നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞു. നീതീകരണത്തിനു വേണ്ടിയല്ല നാം പ്രവർത്തിക്കുന്നത്, നീതീകരിച്ചപ്പെട്ടതുകൊണ്ടാണ് നാം പ്രവർത്തിക്കുന്നത്. വി ആർ ഇൻ ദിസ് റെസ്റ്റ്. പക്ഷെ വാണിംഗ് ഉണ്ട്. എന്താണ് വാണിംഗ്? എന്തുവാ? ഡിസ്ബിലീവ് അല്ലെങ്കിൽ അൺബിലീഫ്, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമുക്ക് ഉണ്ടാകരുത്. 3-ാമത്തെ വാണിംഗ് 5-11 മുതൽ 6-20 വരെയുള്ള ആ ഭാഗങ്ങളാണ്. അതായത്
അടിസ്ഥാനപരമായി നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശങ്ങളിൽ നിന്നും പിന്മാറിപ്പോവുക. അതാണ് 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരിക. അപ്പോൾ എന്തിനാ ഈ ആദ്യ പാഠം തന്നെ വീണ്ടും ഉപദേശിക്കേണ്ടി വരുന്നേ? ആദ്യം നിന്ന് തന്നെ മാറിപ്പോവുക. ഡ്രിഫ്റ്റിംഗ് അവേ ഫ്രം, അല്ലെങ്കിൽ ഡീജനറേറ്റിംഗ് ഫ്രം ദ എലമെൻ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്. അതായത് ആത്മീക വളർച്ച ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അതൊരു വാണിംഗ്. അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരെയാണെന്ന് അറിയാമോ? ദൈവദാസന്മാരെയാണ്. ദൈവത്തെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ആത്മീക വളർച്ച ഇല്ലാതിരിക്കും. ഇതാണ് പൗലോസ് പറയുന്നത്. ഇതേ ഭാഷ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, കാലം നോക്കിയാൽ നിങ്ങളെന്താ ഉപദേശകൻ. അത് ഇവിടെയും പറഞ്ഞു. ഇവിടെ പറയുന്നത്, എനിക്ക് നിങ്ങളോട് ആത്മീയന്മാരോടെന്ന പോലെയല്ല, ജഡീകന്മാരെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ എത്ര സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ നിങ്ങൾക്ക് ഞാൻ തന്നത്. ഭക്ഷണം കഴിക്കാൻ എന്താണ് കഴിയുന്നില്ല. ഇവിടെ എന്താണ് 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതാണ് 12-ാം വാക്യത്തിൽ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടിൽ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായിട്ടുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. അവൻ ശിശു അത്രേ. ഇതേ കാര്യമാണ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്. ഭക്ഷണമല്ല, പാലത്രേ ഞങ്ങൾക്ക് തന്നത്. ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. പ്രിയമുള്ളവരെ, അതൊരു വാണിംഗ്. ആത്മീയത്തിലെ എലമെൻ്ററി പ്രിൻസിപ്പിൾസ് തന്നെ വീണ്ടും 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 പഠിപ്പിച്ചു തരേണ്ട അവസ്ഥ ഒരു ദൈവദാസൻ ഉണ്ടായാൽ, ദാറ്റ് മീൻസ് ദർ ഈസ് സംതിങ് റോങ് വിത്ത് അവർ സ്പിരിച്വൽ ഗ്രോത്ത്. സ്പിരിച്വാലിറ്റി ഓക്കെയാണ്, രക്ഷ കറക്റ്റാണ്, പക്ഷെ ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥ, അതൊരു വാണിംഗ് ആയിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ അതിന് നമ്മൾ ഹീഡ് ചെയ്യണം. ഓരോ ദിവസത്തെ ശുശ്രൂഷയിലൂടെ ദൈവദാസന്മാർ തരുന്ന വചനം ഞാനും നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമുക്ക് കഴിയണം. അതാണ് അടുത്ത വാണിംഗ് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. 4-ാമത്തെ വാണിംഗ്, സത്യത്തിൻ്റെ വചനത്തെ നിന്ദിക്കുന്ന അവസ്ഥ. സത്യത്തിൻ്റെ വചനത്തെ നിന്ദിക്കുന്ന അവസ്ഥ. അത് 10-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ പറഞ്ഞിരിക്കുന്നത്, സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് ഓഫ് ദ ട്രൂത്ത്. പ്രിയമുള്ളവരെ, ഈ നോളജ് എല്ലാവർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് നമുക്ക് ലഭിച്ചെങ്കിൽ അത് ദൈവകൃപയാണെന്ന്, അതല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിൽഫുൾ സിൻ. ഇവിടെ ഒരു വിഷയമുള്ളത്, പൗലോസാണ് ഇത് എഴുതിയിരിക്കുന്നത്. 39-ാം വാക്യം വരുമ്പോഴത്തേന് നാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പൗലോസിനെയും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെയും അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. നാം ഈ മേലെ പറഞ്ഞ കൂട്ടരല്ല, നമ്മൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. പക്ഷെ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചവർ മനഃപൂർവ്വം പാപം ചെയ്താൽ, പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും കോപാഗ്നിയുമേ ഇനി ശേഷിക്കുന്നുള്ളൂ. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഹാബിച്വൽ സിന്നിൽ തുടരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. വാണിങ് ദൈവദാസന്മാരിലൂടെ, വചനത്തിലൂടെ ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും അത് വിട്ടുമാറുവാൻ കഴിയാതെ വണ്ണം അതിൽ തന്നെ തുടരുകയാണെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ട്. ഹല്ലേലൂയ. അതായത് ക്രിസ്തുവിനെ ഡെലിബറേറ്റ് ആയിട്ട് തള്ളിക്കളയുക. ഇതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഏറ്റവും വലിയ ദൂഷണം എന്ന് പറയുന്നത്. ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന് പറയുന്നത് ഇതാണ്. അതായത് രക്ഷയ്ക്കുള്ള ഏകമാർഗം ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ വചനം ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ വന്നിട്ട് അത് ഏറ്റെടുക്കുവാൻ കഴിയാതെ വണ്ണം തള്ളിക്കളയുകയാണെങ്കിൽ ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല.
ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. ഹല്ലേലൂയ. ഇതിപ്പോ പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലുണ്ട് ഇത്. അതായത് മോശയുടെ പ്രമാണം അനുസരിച്ച് ഇതുപോലെ പ്രീ ഡിറ്റർമിൻഡായി മനഃപൂർവമായി നിയമം ലംഘിക്കുകയാണെങ്കിൽ അവനെ ആ കോൺഗ്രിഗേഷന്റെ നടുവിൽ നിന്ന് തന്നെ നീക്കിക്കളയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പേഴ്സ് 15:30-31 വായിക്കാവൂ. സംഖ്യ 15:30-31. ചെയ്യണം. ഇത് പഴയ നിയമത്തിലെ പശ്ചാത്തലത്തിലാണെങ്കിലും ദൈവം ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ ഒരു വേറെ വേർഷനാണ് ഇവിടെ പറയുന്നത്. മനഃപൂർവ്വമായി പാപം ചെയ്യുക എന്ന അവസ്ഥ, വിൽഫുൾ സിൻ, അത് ക്ഷമിക്കപ്പെടാത്തത്, അതിൽ തുടരുന്ന അവസ്ഥ, ഹാബിച്വൽ സിൻ. ആമേൻ. പുറപ്പാട് ദിവസം 21:14 അവനെ നീക്കിക്കളയുവാൻ വീണ്ടും പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം പറയുന്നത് സങ്കേത നഗരത്തിൽ പോലും അവനൊരു അവസ്ഥയില്ല, ഒരവസരമില്ല. ആരെങ്കിലും മനഃപൂർവ്വം അല്ലാതെ ഒരാളെ കൊന്നാൽ അവൻ ഓടി സങ്കേത നഗരത്തിൽ ചെന്നാൽ അവന് രക്ഷപ്പെടാം. പക്ഷേ ഇത് അതുപോലും രക്ഷയില്ല. അവിടെ പറഞ്ഞിട്ടുണ്ട് ആവർത്തന പുസ്തകം 19:11-13 വരെയുള്ള വാക്യങ്ങൾ. അപ്പം സത്യത്തിൻ്റെ പരിജ്ഞാനം അതെല്ലാവർക്കും ഉള്ളതല്ല. എന്നാൽ ആ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചു, തിയറി ലഭിച്ചു, പ്രാക്ടിക്കൽ ഇല്ലെന്ന് പറയാം. ആപ്ലിക്കേഷൻ ഇല്ല. ഒരു എക്സാമ്പിൾ പുതിയ നിയമകാലത്ത് നിന്ന് കാണിക്കാമോ? തിയറി ഉണ്ട്, നോളജ് ഉണ്ട്, പക്ഷേ ആപ്ലിക്കേഷൻ ഫ്ലോഡാണ്. യൂദ ഇസ്കറിയാത്താവ് തിയറി ഇല്ലാത്തതാണ്. ദേമാസ് അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ ജയിലിൽ കിടന്ന പുള്ളിയാണ്. പക്ഷേ ലോകത്തെ സ്നേഹിച്ച് എവിടോട്ട് പോയി? വിട്ടുപോയി. ഇസ്കറിയാത്ത യൂദ കർത്താവ് അയച്ച കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതാണ്, പരിജ്ഞാനം ലഭിച്ചതാണ്. പക്ഷെങ്കിൽ ആപ്ലിക്കേഷൻ ഇല്ല. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക? അപ്പോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്യാഗികൾ. വിശ്വാസത്യാഗികൾ അവർ രക്ഷയ്ക്ക് ഇനിയും അതീതരാണ്, ബിയോണ്ട് സാൽവേഷൻ, because he has rejected the only sacrifice that can cleanse him from his sin. മറ്റൊരു യാഗവും ഇനിയും ശേഷിക്കുന്നില്ല. ഇറ്റ്സ് എ വാർണിംഗ്. ഇറ്റ്സ് എ വാർണിംഗ്. അഞ്ചാമത്തെ വാർണിംഗ്, അതായത് നമുക്ക് ലഭിച്ച കൃപയെ വില കുറച്ച് കാണുക. നമുക്ക് ലഭിച്ച കൃപയെ വില കുറച്ച് കാണുക. വാർണിംഗ് അഗൻസ്റ്റ് devaluing the grace of God. 12-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ, ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ജ്യേഷ്ഠാവകാശം എന്ന വിലയേറിയത് ദൈവം അവന് കൊടുത്തിട്ട് ആ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇത് എനിക്ക് എന്തോന്നെന്ന് പറഞ്ഞ് അത് കളഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അറിയാം. ഇപ്പോൾ വിശക്കുന്നു എന്നുള്ള കാര്യം കറക്റ്റ് ആണെങ്കിലും യാക്കോബ് ചോദിച്ചു, നിന്റെ ആ ജ്യേഷ്ഠാവകാശം അന്നേരം പറഞ്ഞു ഇതെനിക്ക് എന്തോന്ന് എന്ന് പറഞ്ഞത് കളഞ്ഞു. ദൈവം കൊടുത്താന്ന് ഓർക്കണം. ഇത് ഇച്ഛിക്കുന്നവന് കിട്ടുന്നതല്ല ദൈവകൃപ. ദൈവകൃപ ദൈവത്തിന് ദാനമാ. എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഏശാവിനെ കുറിച്ചാ. എന്നിട്ട് പറയും അവൻ പിന്നീട് കരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. ഹല്ലേലൂയ. എക്സാമ്പിൾ ഓഫ് ഈസോ. ഏശാവ് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ഇനി ഒരു അനുഗ്രഹവും ഇല്ലയോ അപ്പാന്ന് ചോദിക്കുന്നുണ്ട്. ആ സീനൊക്കെ നമ്മളൊന്ന് ഓർത്ത് നോക്കണം. ജ്യേഷ്ഠാവകാശം കൊണ്ട് കളഞ്ഞപ്പോൾ ഇതൊന്നും കണ്ടില്ല. അത് എന്ന് പറഞ്ഞിടത്തും കളഞ്ഞു. ദാനമായി കിട്ടിയതാ. അവിടെ ചെന്നതിന് പിന്നെ അപ്പനോട് ചോദിച്ചാൽ അപ്പൻ ഓൾറെഡി അനുഗ്രഹം കൊടുത്തുപോയി. പ്രിയമുള്ളവരെ, ഇതൊരു വാണിംഗ് അല്ലേ? അതല്ലേ ഇവിടെ പുതിയ നിയമത്തിൽ കൊണ്ട് അത് തന്നെ എഴുതി വെച്ചേക്കുന്നേ.
ഈസോ ഡിസൈർഡ് ഗോഡ്സ് ബ്ലെസ്സിങ്. ഹി റിഗ്രറ്റഡ്. തെറ്റായിപ്പോയെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് കരച്ചിലൊക്കെ വന്നത്. പക്ഷേ റിപ്പൻറ്റ് ചെയ്തില്ല. ഇതാണ് പത്രോസും യൂദയും തമ്മിലുള്ള വിഷയം. റിഗ്രറ്റ് ചെയ്തു, അയ്യോ ഞാൻ എൻ്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ പത്രോസിനെ പറ്റി പറഞ്ഞെന്താ അറിയാമോ? കരഞ്ഞെന്നാ പറഞ്ഞു. യേശു അവനെ നോക്കി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യ ദുഃഖത്തോടെ കരഞ്ഞ്. ഇതൊക്കെ ആ എഴുത്തുകാരൻ എഴുതിയപ്പോൾ അത് കണ്ടു തന്നെ എഴുതിയേക്കുന്നത്. യേശു അവനെ നോക്കി, ഇവൻ പൊട്ടിക്കരഞ്ഞു. കാരണം ഇത് വാണിംഗ് നേരത്തെ കൊടുത്തതാ, പത്രോസിനോടേ നേരത്തെ പറഞ്ഞതാ. പക്ഷെ അന്നേരം പറഞ്ഞു, നീ ഇനി തിരിച്ചു വരും, അന്നേരം നീ സഹോദരന്മാരെ എല്ലാം കൂടെ ചേർത്തുകൊള്ളും. പക്ഷെ മറ്റവനോടൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ ഇടയിൽ ഒരുത്തൻ പിശാചാണെന്നാണ് കർത്താവ് പറഞ്ഞു. അവന് റിഗ്രറ്റ് ഉണ്ട്, പക്ഷെ റിപ്പൻറ്റൻസ് ഇല്ല. പിന്നെ ദാവീദിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. ദാവീദിൻ്റെ ഒരു ക്വാളിറ്റി, ഒരേ ആക്ഷനിൽ പല പാപം ചെയ്ത മനുഷ്യനാണ്. എങ്ങനെയാണ് പിന്നെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമാകുന്നത്? ദൈവം ആഗ്രഹിക്കുന്നതെന്നാണ്, അല്ല ദൈവത്തിൻ്റെ ഹൃദയം അവനുണ്ട് എന്നുള്ളതാണോ? അല്ല. മാനസാന്തരപ്പെടുന്ന ഒരു ഹൃദയത്തെ ദൈവം എന്നും സ്വീകരിക്കും. ഇപ്പോഴും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക, മാനസാന്തരപ്പെടുക. രക്ഷിക്കപ്പെട്ടതാ. മാനസാന്തരം ദൈനംദിന ജീവിതത്തിൻ്റെ ഫലമായിരിക്കണം. റിപ്പൻറ്റൻസ്, മാനസാന്തരം. willfully sinning against God, so they are not given a second chance because ഈ ട്രൂത്ത് അവർക്ക് ഓൾറെഡി അറിയാം. They have been exposed to this truth. എബ്രായർ 6:6, 10:26, 6:6 പെട്ടെന്നൊന്ന് ഞാൻ വായിക്കാം. 6:6. തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെ മാനസാന്തരം പുതുക്കാൻ കഴിയുള്ളതല്ല. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പില്ലേ? ബിയോണ്ട് സാൽവേഷൻ പോയി, അതിനപ്പുറം പോയി. എന്ത് കഷ്ടകരമായില്ലേ? അതുകൊണ്ടാണ് യൂദയുടെ കാര്യം പറഞ്ഞത്. 6ാമത്തെ വാണിംഗ്, 6ാമത്തെ വാണിംഗ്, അവസാനത്തെ വാണിംഗ് 12ാം അധ്യായത്തിൻ്റെ 25 മുതൽ 29 വരെയുള്ള വാക്യം. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. വാണിംഗ് അഗൻസ്റ്റ് ഡിപ്പാർട്ടിംഗ് ഫ്രം ഹിം ഹു സ്പീക്സ്. ഏത് സമയത്തും ദൈവം തുറക്കുമ്പോഴും ഹി സ്പീക്സ്. ഇന്നും ഹി സ്പീക്കിംഗ്. ഇന്നലെയും നാളെ രാവിലെയും കർത്താവിൻ്റെ വരെ താമസിച്ചാൽ ഹി വിൽ സ്പീക്ക്. പക്ഷേ അവനെ ഡിപ്പാർട്ട് ചെയ്യരുത്, അവനെ വിട്ടുപോകരുത്. അതല്ലേ പറഞ്ഞേ, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ, മുമ്പേ ഒരു കമ്പാരിസൺ കാണിക്കുന്നുണ്ട്. ദൂതന്മാർ മുഖാന്തരം ഓൾഡ് കവനന്റ് കൊടുത്തപ്പോൾ അതിന് ലംഘനവും പിന്നെ അനുസരണക്കേടും ഉണ്ടായപ്പോൾ അതിനൊരു ശിക്ഷാവിധി ഉണ്ടെങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ ഈ മൂല്യമുള്ള ഈ സുവിശേഷം ഇതിനെ നാം വിട്ടുകളഞ്ഞാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും അതുപോലെ ഒരു കമ്പാരിസണാണ് പറയുന്നത്. എന്താ പറയുന്നത്? അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കാൻ നോക്കുവിൻ. ഭൂമിയിൽ എങ്കിൽ കൊണ്ട ഒരു കമ്പാരിസൺ. സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുക. See to it that you do not refuse him who is speaking. ഇപ്പോഴും who is speaking. 19ാം വാക്യത്തിൽ അരുളി ചെയ്തവൻ വന്നപ്പോൾ, 19ാം വാക്യത്തിലേക്ക് വന്നേ. അരുളി ചെയ്തവൻ ഇറങ്ങി വരുവാണേ. അപ്പൊ അവരെന്താ പറഞ്ഞറിയോ? ഞങ്ങൾക്ക് കേൾക്കണ്ട. ഓർമ്മയുണ്ടോ ഇത്? ആ പർവ്വതത്തിന് മുകളിൽ ഇറങ്ങി, അവിടെ ഒരു മൃഗമാകട്ടെ അതിനെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാ അരുളി ചെയ്തവൻ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ഭയപ്പെട്ടവർ. അരുളി ചെയ്തവൻ ഇറങ്ങി വന്നതാ. പക്ഷേ അരുളി ചെയ്തവനെ നിരസിച്ചാൽ, വിശ്വാസത്യാഗം സംഭവിച്ചാൽ ജഡ്ജ്മെന്റ് ഭയങ്കരമാണ്. അതാ ഇവിടെ പറയുന്നത്. 26-27 വാക്യങ്ങളിൽ
മൗണ്ട് സിനായിൽ, അതായത് സിനായ് പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ പർവ്വതങ്ങൾ കുലുങ്ങി. ഹല്ലേലൂയ. പക്ഷെങ്കിൽ സിയോൻ പർവ്വതത്തിൽ നിന്നും അവൻ ഈ ഭൂമിയെ കുലുക്കും. നമുക്ക് കാണുവാൻ കഴിയുന്നത് യെശയ്യാപ്രവചനം 13:13. അതുകൊണ്ടാണ് 27-ാം വാക്യത്തിൽ, അല്ല 26-ാം വാക്യത്തിൽ അങ്ങനെ പറയുന്നത്. യെശയ്യാപ്രവചനം 13:13 വായിച്ച്. ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും, സൈന്യങ്ങളെ യഹോവ ക്രോധത്തിലും അവൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിലും ഭൂമിയെ അതിൻ്റെ സ്ഥാനത്തു നിന്നും ഇളകിപ്പോകും. ഹല്ലേലൂയ. ഇവിടെ എന്താ പറയുന്നേ? അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെ ഇളക്കും എന്നവൻ വാഗ്ദത്തം ചെയ്തു. 27-ാം വാക്യത്തിൽ, അതായത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതെല്ലാം ഇളകാനുള്ളതാണ്. നിലനിൽക്കുന്നത് ആത്മീകമായിട്ടുള്ളത് മാത്രമായിരിക്കും, ഇറ്റേണലായിട്ടുള്ളത് മാത്രമായിരിക്കും നിലനിൽക്കുന്നത്. ഫിസിക്കൽ എല്ലാം ഡിസ്ട്രോയിഡായി മാറും. ഇറ്റേണൽ, ദാറ്റ് വിച്ച് കനോട്ട് ബി ഷേക്കൻ വിൽ റിമെയിൻ. 28-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, God will create a new heaven and a new earth, the holy city, New Jerusalem. അത് നാം പ്രാപിക്കാൻ ഉള്ളവരായതുകൊണ്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് let us have grace എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന പറഞ്ഞിരിക്കുന്നത് let us show gratitude, നന്ദിയുള്ളവരായിരിക്കണം. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, എബ്രായ ലേഖനത്തിൽ കൃപ പ്രാപിക്കാൻ, കരുണ പ്രാപിപ്പാൻ, കൃപാസനത്തോട് അടുത്ത് വരിക. അതേ വാക്കാണ് ചില ട്രാൻസ്ലേഷൻ കൊടുത്തേക്കുന്നത്, let us have grace. ഇവിടെ പറയുന്നത് let us show gratitude, നന്ദിയുള്ളവരായി. കാരണം എന്തിനാ നന്ദി? എങ്ങനെയാണ് നന്ദി വരുന്നത്? അവിടെ കൃപയാൽ, കൃപയല്ലേ നമുക്ക് ഇതിനു വേണ്ടി യോഗ്യരാക്കി തീർത്തത്. അപ്പോൾ നന്ദിയുള്ളവരായി നാം എന്ത് ചെയ്യണം? ഭയത്തോടും ഭക്തിയോടും. അവിടെ ഒരു ക്വാളിഫയർ ഉണ്ട്, ദൈവത്തിന് പ്രസാദം വരുമാറ്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദം വരുമാറ് അവനെ എന്ത് ചെയ്യണം? സേവ ചെയ്യുക. ഇനിയും പറയുന്നുണ്ട്, നമ്മുടെ ദൈവമാരാ? ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന, it shows his righteous anger against those who reject his offer of salvation. Hallelujah. Through his own son Jesus Christ, അവൻ്റെ പുത്രനിലൂടെ, അതായത് രക്ഷയ്ക്കുള്ള ഏക മാർഗം ഓഫർ ചെയ്തിട്ട് ഈ അരുളി ചെയ്തവനെ നിരസിച്ചാൽ എങ്ങനെ തെറ്റി ഒഴുകിയും? കാരണം ഇവൻ ആരാ? സാധാ ദൈവമല്ല, ഇവൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. എന്തെല്ലാമാണ് വാണിംഗ് ആയിട്ട് വന്നത്? ഒഴുകിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കേട്ടത്. അവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാകാൻ പാടില്ല. ഈ എലമെന്ററി പ്രിൻസിപ്പിൾസ് ആയിട്ട് പറഞ്ഞു തന്നത് വീണ്ടും വീണ്ടും പഠിപ്പിക്കത്തക്ക രീതിയിൽ വളർച്ചയില്ലാതിരിക്കാൻ പാടില്ല. സത്യത്തിൻ്റെ പരിജ്ഞാനം നിന്ദിക്കപ്പെടാൻ പാടില്ല. ദൈവം തന്ന കൃപയെ മൂല്യമില്ലാതായി കാണുവാൻ പാടില്ല. അടുത്തത്, ഇപ്പോഴും സംസാരിക്കുന്നവനെ നാം വിട്ടുപിരിയരുത്. അരുളി ചെയ്തവനെ എന്ത് ചെയ്യരുത്? നിരസിക്കരുത്. ഈ കേട്ട വചനത്തിന് മുമ്പ് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാവോ? നാം ഇതിനകത്ത് ഏതെങ്കിലും അവിശ്വാസമോ ഏതെങ്കിലും വിഷയം എൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചിട്ട് പറയാം, കർത്താവേ, അവിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, അങ്ങേ വിട്ടുമാറുന്ന അവസ്ഥയുണ്ടെങ്കിൽ, ലഭിച്ച കൃപയെ ഞാൻ നിരസിച്ചിട്ടുണ്ടെങ്കിൽ, അരുളി ചെയ്തവനെ ഞാൻ വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് പറയാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച കൃപ, നമുക്ക് ലഭിച്ച രക്ഷ, അത് ദാനമായി ലഭിച്ചതാണ്. ഹല്ലേലൂയ. അതിൽ നിലനിൽക്കുവാൻ, ക്രിസ്തുവാകുന്ന ആ ഹാർബറിൽ ചെല്ലുവാൻ, ക്രിസ്തുവാകുന്ന ആ ആങ്കർ, ആ നങ്കൂരത്തിൽ മുറുകെ പിടിക്കുവാൻ,
കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലഭിച്ച അവസരത്തിന് ഒരു കൂടി കർത്താവിനദാസ് നന്ദി പറഞ്ഞുകൊണ്ട് നാം കേട്ട വചനം അതിന് മുറുകെ പിടിച്ചുകൊണ്ട് സമർപ്പിതരായി ക്രിസ്തുജീവൻ ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ്. ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. രാത്രിക്കാലം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദൈവാത്മാവ് ശാന്തമായി നമ്മോട് സംസാരിച്ചില്ലേ? പൗലോസ് തൻ്റെ ആത്മീയ സന്താനമായ തിമോത്തിയോട് പറയുന്നത്, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്, അത് ബാല്യം മുതൽ നീ പഠിച്ചു, അതിൽ നിലനിൽക്കണം. അതിൻ്റെ വേറൊരു വേർഷനാണ്, നീ ശിശുവായിരിക്കരുത്. എപ്പോഴും പാല് കുടിക്കുന്നവർ ആദ്യ പാഠത്തിൽ തന്നെ നിൽക്കുന്നവരായിരിക്കരുത്. അതിനുള്ള ക്രമീകരണമല്ലേ ദൈവസഭ? അതല്ലേ നിങ്ങൾ അഗണ്യമാക്കരുത് സഭായോഗങ്ങൾ എന്ന് പറയുന്നത്? അവിടെയല്ലേ വളരുവാൻ ആവശ്യമായ പോഷകം ലഭിക്കുന്നത്? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ. ഡു നോട്ട് ഡ്രിഫ്റ്റ് അവേ ഫ്രം ഇറ്റ്. ഒന്ന് ചിന്തിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? താങ്ക് യു ലോർഡ്. മനഃപൂർവമായി ചെയ്താൽ അതിന് പിന്നൊരു യാഗമില്ല. പഴയ നിയമത്തിൽ വീണ്ടുമുണ്ട് മനസ്സാന്തരപ്പെടുവാൻ നമുക്ക് ദൈവത്തിന് സന്ദർഭങ്ങൾ. മനസ്സിന് മനഃപൂർവ്വമല്ല, മനസ്സിന് അന്തരമുണ്ടാകണം. നമ്മൾ കേവലം മനുഷ്യരാണ്. എന്നാൽ ദൈവം നമ്മെ കൈവിടുന്നില്ല. കൃപ ധാരാളമായി പകരുമ്പോൾ അവൻ തരുന്ന ചാൻസ് ഇഗ്നോർ ചെയ്യരുത്. അതുകൂടെ അല്ലയോ ഇതിനകത്തുള്ളത്? ദൈവം തരുന്ന വെളിപ്പാടിനെ, അരുളി ചെയ്തതിനെ ഒന്നും നിസ്സാരമായി കാണരുത്, നിരസിക്കരുത്. അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. ഓ ഹല്ലേലൂയ. ഓരോ വർഷം, ഓരോ മാസം, ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ വളർച്ചയുടെ മാനദണ്ഡം നാം തന്നെ ചെയ്യണം. ഏതെങ്കിലും വ്യത്യാസമുണ്ടോ? വചനം കേൾക്കാത്ത സഭയല്ല ഇത്. കേട്ടിട്ട് പോകുന്നവരായിട്ട് മാത്രമാകാതെ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. കാരണം ആ നങ്കൂരം ഇട്ടിരിക്കുന്ന തിരശ്ശീലയ്ക്ക് അപ്പുറത്താ. ഒരു കപ്പല് എത്ര വെള്ളം മുങ്ങിയാലും എത്ര കൊടുങ്കാറ്റടിച്ചാലും അത് ഇളകാതെ നിൽക്കുന്നത് നങ്കൂരത്തേല. എന്നാൽ ഈ ഭൂമിയിലെ നങ്കൂരമെല്ലാം ഇളകുന്നതാ. ഒരു വിശ്വാസിക്ക് നങ്കൂരമിടാനുള്ളത് തിരശ്ശീലയ്ക്കപ്പുറത്തുനിന്നാ. ഓ ജീസസ്, ഹല്ലേലൂയ. ഇളകാത്ത രാജ്യം പ്രാപിപ്പാൻ ഇളകാത്ത നിർത്തുന്ന ദൈവം, അവൻ്റെ വചനത്തിലും അവൻ്റെ കൃപയിലും നിലനിൽപ്പാൻ കർത്താവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. പ്രത്യാശയോടെ നങ്കൂരം തിരശ്ശീലയ്ക്കപ്പുറത്ത്. അവിടെ നിന്ന് അവൻ വരും. സ്തോത്രം. പഴയ നിയമത്തിൽ നിഴലായി പറയുന്നതെല്ലാം പുതിയ നിയമത്തിൽ പൊരുളായി കാണിച്ചില്ലേ? ശ്രേഷ്ഠ മഹാപുരോഹിതൻ തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് പോയി. അവൻ അവിടെയുണ്ട്. അതിലെ പെന്തക്കോസ്ത് നാളിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് അവനവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവല്ലേ? ഓ ജീസസ്, ഓ ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ മടങ്ങി വരുന്ന ദിവസം നമ്മെ കൊണ്ടുപോകുവാൻ. അതിനായി നമ്മെ വിശുദ്ധി തികച്ച് ഒരുങ്ങി നിൽക്കാം. ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന്.
ഭക്തിയോടും ഭയത്തോടും ജീവിതം നയിപ്പാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രബോധിപ്പിച്ച് സംസാരിച്ചു. പ്രബോധനം, വാണിംഗ്, പ്രബോധനം. വചനത്തെ മാത്രം ധ്യാനിച്ച്, മറ്റ് വിഷയങ്ങളെല്ലാം നാം പ്രാർത്ഥിച്ചതാണ്. വചനത്തെ മാത്രം ധ്യാനിച്ച് ആർക്കെങ്കിലും ഒരാൾക്ക് സഹോദരന്മാർ പ്രാർത്ഥിച്ചാണ്.